നമ്മുടെ സകലതീക താരകാരം സമർപ്പിക്കുന്ന വാഹനങ്ങൾ, ജോലി, നമ്മൾ ബാങ്ക് എല്ലാം താരകാരം. പക്ഷെ അതൊന്നും തൊടാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ലൊക്കേഷനിലേക്ക് നിറച്ചാൽ, നമ്മുടെ ബ്രെയിൻ ലൊക്കേഷനിലേക്ക് നിറച്ചാൽ, നമ്മുടെ അവയവ ലൊക്കേഷനിലേക്ക് നിറച്ചാൽ നമ്മുടെ യുദ്ധക്കളത്തിലാണ്. എപ്പോഴും എന്ത് യുദ്ധമാണ്, നമ്മൾ എപ്പോഴും യുദ്ധത്തിലാണ്. എന്നാലും രാത്രി വന്നിരിക്കുന്ന മറ്റു വലിയൊരു യുദ്ധം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ രാത്രി നയിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ വചനം പ്രിപ്പയർ ചെയ്യുന്നു, വചനം ധ്യാനിക്കുന്നു, നമ്മുടേതായ രീതിയിലെല്ലാം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവാണ് ഹല്ലേലൂയ. ദൂതുകൾ സംസാരിക്കുന്ന ദൈവം തരണം. ഹല്ലേലൂയ. പ്രവചനം സംസാരിക്കുന്ന ദൈവം തരണം. രോഗശാന്തി നടക്കുന്ന ദൈവം ചെയ്യണം. അത്ഭുതം നടക്കുന്ന ദൈവം ചെയ്യണം. എല്ലാം ദൈവത്തിന് ശ്രദ്ധയിലേക്ക് നമ്മളോട് ഒന്ന് പ്രാപിക്കാമെന്ന് അവിടുന്ന് രാത്രി കത്തായി ഞങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കത്തങ്ങൾ തരണമേ, പ്രാപിക്കാൻ ഞങ്ങൾ രാത്രി പ്രാപിക്കാമെന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പ്രാപിക്കാമെന്ന് നമ്മൾ സാധാരണ വിശ്വാസികൾ ശിഷ്യന്മാരാണ്. യേശു ശിഷ്യന്മാരാണ്. ആ ശിഷ്യത്വത്തിലൂടെ ഞങ്ങൾ ആഴങ്ങൾ നടത്തുന്ന കർത്താവ്. യേശു ആരെ വിശ്വാസികൾ ഉണ്ടാക്കാൻ പറഞ്ഞു, യേശു ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മുടെ രാത്രി ശിഷ്യന്മാരായി ഞങ്ങൾ ദിവസത്തിൽ സറണ്ടർ ചെയ്യാൻ കർത്താവ്. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് കർത്താവ്, ദൈവത്തിന്റെ മക്കളാണ്. രാത്രി നമ്മൾ സംസാരിക്കണം. ഞങ്ങൾ അനുഗ്രഹിച്ചേ മതിയാവും. കർത്താവെ ഞങ്ങൾ ഉപയോഗിച്ചേ മതിയാവും. തലമുറകളെ അനുഗ്രഹിച്ചേ മതിയാവും. 1000 തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കുന്ന കർത്താവ്. അവരെല്ലാം ദൈവത്തിന്റെ ദേശീയ കർത്താവ്. അവരുടെ താമസം 1000 തലമുറകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാത്രി കർത്താവ് ഒന്നാങ്ങൾ എടുക്കപ്പെടണം, തലമുറകൾ എടുക്കപ്പെടണം, സഭ എടുക്കപ്പെടണം കർത്താവ്. എല്ലാം ഏൽപ്പിച്ചു കൊടുത്താൽ സമർപ്പിച്ചു കൊടുക്കുക. വിഷയം സകല മുഖങ്ങൾ തകരട്ടെ, എല്ലാം തകരട്ടെ. നമ്മുടെ പുറകോട്ട് വരിക്കുന്ന പോലും കഴിഞ്ഞുമാണ്, ക്ഷീണം കഴിഞ്ഞുമാണ്. പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവസ്നേഹം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപാവരനെ ചൊല്ലിക്കട്ടെ. സകല ഭൂതങ്ങളും നിൽക്കുന്ന അധികാരത്തിനായ സ്തോത്രം. സകല വ്യാധികളെയൊക്കെയാക്കാൻ അധികാരത്തിനായ ശക്തിക്കായ സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാടുകൾ തന്നാൽ, ദർശനങ്ങൾ തന്നാൽ, പ്രവചനം തന്നാൽ, അന്യഭാഷകൾ തന്നാൽ, പൊതുഭാഷകൾ സംസാരിക്കുവാൻ, വ്യാഖ്യാനിക്കുവാൻ എല്ലാവരും നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പുതുജനം വരട്ടെ കർത്താവ്. ജനം രക്ഷിക്കപ്പെടട്ടെ, സ്നാനപ്പെടട്ടെ. സവിശേഷ അഭിഷേകം പ്രാപിക്കട്ടെ. വിജയത്തിന് അവരോട് ഒഴുകട്ടെ. ഞാൻ ഹല്ലേലൂയ. ദേശത്തിന് ഉണർന്നു പ്രാർത്ഥിക്കുന്ന യാതൊരു കൂടട്ടെ, ഓടിക്കൊടുട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ രാത്രി ചാടി എഴുന്നേൽക്കട്ടെ. ദേശത്തുള്ളവരെ ചാടി എഴുന്നേൽക്കട്ടെ. ചുറ്റുപാട് കിടക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. ആദ്യ ജനം മധ്യശുക്രത്തെ അടയട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ രാത്രി വലിയ ദൈവപ്രതികാരം ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്തോട് നോക്കിയാൽ ഇന്ന് വന്നതുപോലെയല്ല, മടങ്ങി പോകുമ്പോൾ സൗഖ്യത്തോടെ മടങ്ങിപ്പോകണം, വിടുതലോടെ മടങ്ങിപ്പോകണം, അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകണം. ദൈവത്തിന് പ്രാപിച്ചോണം മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ദേശദൂതന്മാർ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വന്നപോലെ ഈ ആഴ്ച പുതിയ ശക്തി വ്യാപിക്കട്ടെ, പുതിയ ജീവൻ വ്യാപരിക്കട്ടെ, പുതിയ വെളിപ്പാടുകൾ തരട്ടെ, പുതിയ ദർശനങ്ങൾ തരട്ടെ. പിടിക്കുന്നവരെല്ലാം കർത്താവ് നിറയ്ക്കുവാൻ പ്രാർത്ഥിച്ചാൽ ഒരായുധമായി തീർക്കട്ടെ, നല്ലൊരു ആയുധമായി തീർക്കട്ടെ. ഓ പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം ആത്മാവശക്തി വർദ്ധിക്കട്ടെ. ദൈവസാന്നിധ്യം എല്ലാവരും എന്റെ ഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ അധികാരം ഉപയോഗിച്ചാൽ, ദൈവം അധികാരം ഉപയോഗിച്ചാൽ പെട്ടെന്നെല്ലാം പെട്ടെന്ന് കർത്താവ്. ഭവനത്തിലുള്ള എല്ലാ പൂർവ്വ ശാസ്ത്രം പ്രാർത്ഥിച്ചാൽ, കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ പോരാടുന്ന ശാസ്ത്രം പ്രാർത്ഥിച്ചാൽ, ജോലി മണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന പൂർവ്വ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ, ദേശത്ത് ധാരാളം വ്യാപരിക്കുന്ന പൂർവ്വ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമം എല്ലാം വെട്ടിമാറ്റി വെട്ടട്ടെ, വെട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാം നിരപ്പാകട്ടെ, നിരപ്പാകട്ടെ. ഉത്ഖനങ്ങളെല്ലാം നിരപ്പാകട്ടെ. നാമമാകട്ടെ, ഇരുപോളങ്ങൾ കണ്ണിച്ചു വെളിപ്പെടട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ അധികാരം ഉപയോഗിച്ചു, ദൈവം അധികാരം ഉപയോഗിച്ചാൽ
ആത്മസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കും. വിശുദ്ധാത്മാവ് എത്തിയാലും പ്ലീസ് കം. ഹല്ലേലൂയ. വിശുദ്ധാത്മാവ് വരാൻ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. വിശുദ്ധാത്മാവ് വരാൻ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശക്തമായ ശാന്തത ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. ദിവസാദിത്യ നന്ദി നന്ദി. ഹല്ലേലൂയ. നന്ദി നന്ദി. ആഴങ്ങളുള്ള ആഴങ്ങൾ ദിവസാന്ത്യമാണ് കർത്താവ്. ആഴങ്ങളുള്ള ദിവസങ്ങളിൽ സർവ്വമായി പ്രാർത്ഥിക്കുന്നു. ജീവനഗസ്തി വരുന്നതിന് എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നവിടെ പരിശുദ്ധാത്മാവ് ഉണ്ട്. സ്തോത്രം. യേശുവിന്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കാം. യേശുവെ വന്നാൽ നല്ല യേശുവെ കർത്താവേ. ഹല്ലേലൂയ. വെയിറ്റിംഗ് upon you Lord. We are waiting upon you Lord. We are waiting upon you Lord. യേശുവിന്റെ രാത്രി ഞങ്ങളിലേക്ക് വന്നാൽ രാത്രി യേശുവിനെ ഓർത്തുകൊണ്ടുള്ളതാണ്. യേശു കർത്താവിനെ ഞങ്ങളുടെ മഹത്വമൊന്നുമല്ല, ഞങ്ങളൊന്നും ഞങ്ങളെല്ലാം ദിവസവും താഴെയാണ് സമർപ്പിക്കാൻ ശ്രമപ്പെടുകയാണ്. രാത്രി ജോലി സൗഖ്യമാക്കണമേ, ഭൂതങ്ങളെ പുറത്താക്കണമേ, കഴിയണമേ, ബന്ധനം കഴിയണമേ, അഭിജാതം കഴിയണമേ. രോഗാത്മാവെ തകർന്നൊഴിയണം. താഴടഞ്ഞു കിടക്കുന്ന ലോറിയിൽ പൂട്ടിയിരിക്കുന്നത് തുറക്കട്ടെ. യേശുവിനെ തുറന്നു വരുന്നത് അടഞ്ഞു കിടക്കുന്ന വാതിലില്ലാത്ത തുറന്നു വരുന്നത് താഴിട്ട് പൂട്ടിയിരിക്കുന്നതൊക്കെ താക്കോലിട്ട് തുറക്കാൻ യേശുവിന്റെ നാമത്തിൽ ഭൂമിയിൽപ്പെട്ട സ്വർഗത്തിൽപ്പെട്ട കെട്ടപ്പെടുന്ന ഭൂമി കഴിക്കുന്ന സ്വർഗം കഴിക്കുന്ന വചനപ്രകാരം എനിക്ക് ഒട്ടുമുട്ടാതെ ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എല്ലാവരും ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ആത്മീയ മുട്ടുണ്ടാകത്തില്ല, ഭൗതിക മുട്ടുണ്ടാകത്തില്ല, ശാരീരികമായ മുട്ടുണ്ടാകത്തില്ല. ഹാലിൽ ഭാരവാദം നിറഞ്ഞ കവിയെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭാരവാദം എല്ലാം നിറഞ്ഞ കവിയെ വിശ്വസിക്കുന്നു. ഹാലിൽ നല്ലൊരു പ്രയോജനം ഉറക്കത്തിൽ കൊടുക്കുന്നവൻ ഇന്ന് രാത്രി ഉറക്കത്തിൽ തരുന്നതും പ്രിയരാണ്. യേശുവിന്റെ മാറോടുകൾ ചേർന്ന് നിർത്താൻ താഴ്ന്നു. ഹല്ലേലൂയ. ഓ ജീസസ് 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 കാഴ്ച സമർപ്പിച്ചാൽ ഒഴുക്കൊണ്ടാകും പ്രാർത്ഥന. എല്ലാവരും ഫീലിയും പ്രാർത്ഥന. ഒഴുക്കൊരു തടസ്സങ്ങളെല്ലാം മാറും. അല്ലെങ്കിൽ കല്ലുകളെല്ലാം ഒഴിയുമോ, മുന്നിലുള്ള കല്ലുകളെല്ലാം പ്രതികൂലങ്ങളെല്ലാം ഒഴിയുമോ. വലിയ ഒഴുക്ക് സുനാമി വരുന്ന പോലെ വരട്ടെ. സുനാമി പവർ ഉണ്ടാവട്ടെ. ആ വെള്ളച്ചാട്ടം ഇരച്ചു വരുന്ന പോലെ വരട്ടെ. ആരും തടസ്സങ്ങളെല്ലാം മാറിക്കോട്ടെ. ഇന്നലെയും തീയുടെ വിഷയം തീകഭിഷേകം നല്ല തീ ഇറങ്ങുന്നുണ്ട്. തീ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിറയ്ക്കാൻ പോകുന്ന ഈ വെള്ളം നമ്മുടെ വെള്ളം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഓൾറെഡി വെള്ളം നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ ഈ ക്രിസ്റ്റലായിട്ടുള്ള പാത്രമുണ്ട്. പക്ഷേ ഗ്ലാസ് പാത്രം, ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, പൂജ ഗ്ലാസ് കൊണ്ട് പൂജ കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ അതിങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചു. ഇവിടത്തേക്ക് നിറയുമല്ലോ, വെള്ളം കയറുമല്ലോ. അതുപോലെ ഇതിനകത്ത് ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിറയാൻ പോകും. നിങ്ങളുടെ പാത്രം ഏൽപ്പിച്ചു കൊടുത്തത് കർത്താവിന്റെ പാത്രം നിറയണമെന്ന് പറഞ്ഞാൽ ഞാനാകുന്ന പാത്രം നിറയാൻ എല്ലാവരും പ്രാർത്ഥിച്ചാൽ നിങ്ങളായ പാത്രം നിറയാൻ എല്ലാവരും പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ പാത്രം നിറയട്ടെ.
പാത്രം നിറയട്ടെ രാത്രി, പാത്രങ്ങൾ നിറയട്ടെ യേശുനാഥ്, പാത്രങ്ങൾ നിറയട്ടെ, പാത്രങ്ങൾ നിറയട്ടെ, പാത്രങ്ങൾ നിറയട്ടെ. എന്ത് നെയ്മോ ജീസസ്. എല്ലാവരും പരതരാത്രി പാത്രം നിറയും, എൻ്റെ പാത്രം നിറയും, എൻ്റെ പാത്രം നിറയും നിറയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ആരും മൗനമായിരിക്കരുത്. ഹല്ലേലൂയ, ആരും മൗനമായിരിക്കരുത്. രാത്രി പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്താൽ ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്താൽ കർത്താവിൽ നിറയട്ടെ. എല്ലാവരും നിറയട്ടെ. നിറയാൻ പ്രാർത്ഥിച്ചാൽ നിറയട്ടെ യേശുനാഥ് നിറയട്ടെ. പാത്രം നിറയാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഞങ്ങൾ മുങ്ങുമെന്ന് പറഞ്ഞാൽ കർത്താവ് ഞങ്ങൾ മുങ്ങിയാണ്, ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങിയാണ്. ആളുകൾ വിദ്യാർത്ഥികൾ നിറയും യേശു നിറയും. ഓരോ വന്ന വഴി കർത്താവ് ഞങ്ങൾ മടങ്ങിപ്പോ നിറഞ്ഞ് കവിഞ്ഞ് മടങ്ങിപ്പോ യേശു നിറഞ്ഞ് കവിഞ്ഞ് മടങ്ങിപ്പോ ഹല്ലേലൂയ, നിറഞ്ഞ് കവിഞ്ഞ് മടങ്ങിപ്പോ യേശു. അജഗന ഹൃദന ശബ്ദന ഹത്തര ദിവനകസ്തരി ഹൃദരി ഹൃദസ്തന. അന്യഭാഷ പറഞ്ഞാൽ അന്യഭാഷ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ശക്തി ആവശ്യം. അന്യഭാഷയിൽ ശക്തിയുണ്ട്, അന്യഭാഷയിൽ ശക്തിയുണ്ട്. ഹല്ലേലൂയ. പുതുഭാഷയിൽ സംസാരിക്കട്ടെ, പുതുഭാഷയിൽ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. പുതുഭാഷയിൽ സംസാരിക്കുക യേശുനാമത്തിൽ സംസാരിക്കട്ടെ. പുതുഭാഷയിൽ സംസാരിക്കാം. പുതുഭാഷയിൽ സംസാരിക്കാം. യെസ് റാലി ബാറക മാനശരബന ഹസ്തന ഭാഷ ചെറിയ ഒച്ച പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹാലയോന് ഒച്ച പറഞ്ഞാലും അന്യഭാഷ ഒച്ച പറഞ്ഞാലും കർത്താവ് പറയുന്നത് ഈ പൂർണ്ണതയിൽ വന്നെങ്കിൽ മാത്രമേ ആ വിടുതലിനൊരു സന്തോഷമുള്ള കർത്താവ്. മനസ്സിലായല്ലോ? സിസ്റ്ററിനെ പറ്റി പറയുന്നത് നമുക്കൊരു ഒരു ഫോർ എക്സാമ്പിൾ കർത്താവ് പറയുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട് വിളഞ്ഞ് അത് പൂർണ്ണതയിൽ എത്തിയെങ്കിൽ മാത്രമേ അത് മുറിച്ച് കഴിഞ്ഞാൽ പ്രയോജനമുള്ളൂ എന്നാണ് ഈ ഭാഷ പറയുന്നത്. മനസ്സിലായോ? എന്നാൽ പൊട്ട് പ്രായത്തിൽ പൊറച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമില്ല. ആ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അന്യഭാഷ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങൾ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ പൂർണ്ണമായ ഫലം നമ്മുടെ കരങ്ങളിൽ ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ. പലരും ഈ കണ്ണിമാങ്ങ പെറുക്കാൻ പോകും. മനസ്സിലായി? കണ്ണിമാങ്ങ അടിച്ചിടാൻ പോകും. പിന്നെ ഒരാൾക്കൊരു പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, നീ കണ്ണിമാങ്ങ അല്ലേ പൂക്കൾ വന്ന ഉടനെ കണ്ണിമാങ്ങ ഉണ്ടല്ലോ, കണ്ണിമാങ്ങ തല്ലി താഴിട്ട് കഴിഞ്ഞാൽ നിനക്ക് വലിയ പ്രയോജനമുള്ളത് വിശദീകരമായി ചോദിച്ചു. മനസ്സിലായോ? ദൈവത്തിന് സമയമാകാതെ പിടിച്ചു കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണിമാങ്ങയെ പോകും. കണ്ണിമാങ്ങയുടെ പ്രയോജനമില്ലല്ലോ, അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കില്ലല്ലോ അതിന് പ്രയോജനമുള്ളത്. അതുപോലെ ആ വിടുതലിൻ്റെ പൂർണ്ണതയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അധികം പറഞ്ഞു. പൂർണ്ണതയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് വരുവാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഫിനിഷിംഗ് പോയിന്റിലോട്ട് ദിവസങ്ങൾ വരണം. പറഞ്ഞു അന്യ ഭാഷ പറഞ്ഞു, വീണ്ടും പറഞ്ഞാലും ഹല്ലേലൂയ റഖമനാസ്. യെസ് പറഞ്ഞാലും യെസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു ഈ ജോസഫിനെ മാനിച്ചതുപോലെ ഞാൻ മാനിച്ചതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ജോസഫ് ഒരു ഭവനത്തിലെ ജോസഫാണ് ഈ സിസ്റ്റർ. അല്ലെങ്കിൽ അതാണ് കർത്താവ് പറയുന്നത്. ഞങ്ങളുടെ ഭവനത്തിലൊരു ജോസഫാണ്. അത് മനസ്സിലാക്കണമെന്ന് കർത്താവ് പറയുന്നത്. മുഖത്തോട്ട് നോക്കും, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കും. ജോസഫിനെ മാനിച്ചതുപോലെ മാനിച്ചെന്ന് കർത്താവ്. ഇനിയും മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പലരും മുന്നിൽ വരും. ജോസഫിൻ്റെ മുന്നിൽ പലരും വന്നല്ലോ, അതുപോലെ മുന്നിൽ ദൈവം കൊണ്ടുവരും. യെസ്. ഊറാബാനസി പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും യെസ്. അതൊക്കെ രകഷന്താസ്തി പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചാൽ എൻ്റെ വിവേചിച്ചാലും പരിശുദ്ധാത്മാവ് വിവേചിച്ചാൽ അന്യഭാഷ വിവേചിച്ചാൽ യെസ്. ഹല്ലേലൂയ റഖമാനസി. യെസ്. ഇരുത്തിക്കളയുവാൻ നോക്കിയെന്ന കർത്താവ് പറയുന്നത്. ഷാജ അങ്ങനെ ഈ വീൽ ചെയറിലൊക്കെ ഇരുത്തിക്കളയാൻ നോക്കി. മനസ്സിലായോ? കാലൊക്കെ നീര് വെച്ച് വലിയ മന്ത് പോലെ ഈ എന്താ പറയുക, നടക്കാൻ മേലാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ ആ വീൽ ചെയറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥകൾ എന്നൊക്കെ ദൈവം വിടുതൽ എന്ന് പറയുന്നത്. നടക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് വീൽ ചെയറിൽ നടക്കേണ്ട ആളായിരുന്നു. അതാണ് കർത്താവ് കാണിക്കുന്നത്. ഹല്ലേലൂയ റാബാനാശി. യെസ്. അതിൽ നിന്ന് അപ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. മനസ്സിലായി? എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം, എത്രമാത്രം ആരാധിക്കണം.
യെസ്, ഹല്ലേലൂയ. എത്രമാത്രം ആരാധിക്കണം. ഈ ദിവസങ്ങളിൽ രാത്രിയാമങ്ങൾ ദൈവം വിളിക്കുമെന്ന് പറയുന്നത്. എഴുന്നേറ്റ് ഇത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത്. ദൈവം വിളിക്കുന്നുണ്ട് പലപ്പോഴും. കൊട്ടി വിളിക്കും, ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. റാഖാമാനസ്. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, 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 ജീസസ്. സിസ്റ്റർ പറഞ്ഞാലും ഈ ഭാഷ പറഞ്ഞാലും ചുരച്ച പറഞ്ഞാലും ഊറാഖാമാനസി കർത്താവെ സൗകര്യം കേൾപ്പിക്കുന്നു. ഉടവാറാഖാനാസി. യെസ്, ഈ തിളച്ച എണ്ണ കാണിക്കുന്നു. തിളച്ച എണ്ണയ്ക്കകത്ത് ഈ ദൈവം ഓരോന്ന് കോരി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. കർത്താവിനെ കാണിക്കുന്നതാ, കോരി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ. അതുകൊണ്ട് ഈ വിടുതലിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കാം. പക്ഷെ ഒരു പ്രിപ്പറേഷനിലാണ് കർത്താവ് പറയുന്നത്. ഒരു പ്രോസസ്സിങ് ടൈമാണ് ഇപ്പോൾ. അതുകൊണ്ട് ആ ഡെലിവറൻസിൻ്റെ സമയം ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ശോധനയിലൂടെയും ഈ പ്രതികൂലത്തിന് നടുവിലൊക്കെ കടന്നു പോകാൻ കാരണം അതാണ്. ഒരു പ്രിപ്പറേഷൻ സമയം ചെയ്യുമ്പോൾ പറഞ്ഞാലും ഉരവനാശന്ത പറഞ്ഞാലും പറഞ്ഞാലും അല്ലെങ്കിൽ യെസ്, യാ, ജീസസ്, ജീസസ്. ഈ കടൽ തിര കയറുന്ന പോലെ വന്നിട്ട് ഇങ്ങനെ തിര വരത്തില്ല. ഇങ്ങനെ തിര വന്നിങ്ങനെ കരയിലോട്ട് കയറി വന്നിട്ടങ്ങ് ഇറങ്ങിപ്പോവും. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ഓർക്കുക നമ്മുടെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ കരങ്ങൾ കിട്ടുമെന്നങ്ങ് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കരത്തിലോട്ട് വരും, പക്ഷെ അങ്ങ് പോവും, ഇറങ്ങിപ്പോവും. പലതും അങ്ങനെയാണ് കർത്താവ് കാണിക്കുന്നത്. എന്നാലും ഒന്നിന് പുറകെ ഒന്നിങ്ങനെ തിര വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഒരു വിടുതൽ വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. റാഖാമാനസ്. പ്രാർത്ഥിച്ചാലും ഈ കരയ്ക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ തിരമാല എപ്പോഴും ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു വള്ളത്തിൽ കടൽ കിടക്കുകയാണെങ്കിൽ കരയ്ക്കോട്ട് എടുക്കാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത് തിര വന്നിട്ടങ്ങ് നമ്മൾ ഒഴിക്കൊണ്ട് പോവുക. മനസ്സിലായോ? അങ്ങനെ ഒരു ദർശനം ദൈവം കാണിക്കും, അങ്ങനെ വെളിപ്പാട് ദൈവം കാണിക്കും. അപ്പോൾ ആ പ്രാർത്ഥിച്ചാലും ഈ ഒരു വൃക്ഷത്തേൽ കേടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ നമ്മുടെ ശരീരം പിശാച് കേടുപിടിപ്പിച്ചു. മനസ്സിലായി? നമ്മളെ മറിച്ച് കളയാൻ വേണ്ടി. ഒരു വൃക്ഷം വലിയൊരു വൃക്ഷമാണ്, പക്ഷെ അതിൻ്റെ പൊള്ള വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ മരം ആ പൊള്ള പാകം വെച്ച് ഒടിഞ്ഞ് താഴെ പോകും അല്ലേ? എന്നാൽ കർത്താവ് പറയുന്നത് അതിൻ്റെ അകത്തെ ആ പുഴുക്കളെ, അതിൻ്റെ അകത്തെ ചെള്ളുകളെല്ലാം കുത്തി പുറത്താക്കി ഹല്ലേലൂയ. അതിൻ്റെ അകത്തൊരു ഹീലിങ്സ് ദൈവം ചെയ്യും. അതിൻ്റെ അകത്തൊരു ഡെലിവറൻസ് ചെയ്യാൻ ചെയ്യും. അതിൻ്റെ അകത്ത് ദൈവം അതിനെ എന്ത് ചെയ്യും? അടയ്ക്കും. മനസ്സിലായോ? ദൈവം അതിനകത്ത് അടയ്ക്കും. ഹല്ലേലൂയ. ആ ഒരു പൊള്ള വന്ന് ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി കർത്താവ് പറയുന്നത് അതല്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യും. ഒരു വിളക്ക് പോലെ ദൈവം പ്രകാശിപ്പിക്കും എന്ന് പറയുന്നത്. ഒരു വിളക്ക് പോലെ പ്രകാശിപ്പിക്കും. പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞു ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവ്. ഈ ഒറ്റാലിനകത്തിട്ടതുപോലൊരു അവസ്ഥ കർത്താവ് പറയാം. നമ്മുടെ ഒറ്റാളെന്ന സാധനം എന്തുവാ? പക്ഷെ അത് കരയ്ക്ക് വെക്കുന്ന ഒറ്റാലെന്തുവാ? ഈ കോഴിയൊക്കെ ഇങ്ങനെ പൊടിപ്പായിരിക്കാൻ വേണ്ടി അതിന് ഒറ്റാലാണോ? യാ. ഒരിങ്ങനെ ചെറിയ തടസ്സമുള്ളൂ ബ്രദറിന്റെ ജീവിതത്തിൽ. അത് ശാസ്ത്രീയ പ്രാർത്ഥന വെളിയിൽ വരണം. അത് ചെറിയൊരു ബ്ലോക്കാണ്. ഈ കോഴിയൊക്കെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഒറ്റാല എന്നോട് പറഞ്ഞാൽ ഒറ്റാലിനകത്ത് ബ്ലോക്ക് ഇരിക്കുന്നു പറയുന്നത്. വെള്ളത്തിൽ കൊണ്ടല്ലോ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. കരയ്ക്ക് തന്നെ നമ്മളിങ്ങനെ ഇല്ലാത്ത സമയത്ത് നമ്മള് കോഴി അടയ്ക്കാൻ കുഞ്ഞുങ്ങളെ അതുപോലെ ഒറ്റാല് അങ്ങനെ എന്നോട് കാണിച്ചു. ഇങ്ങനെ ഒരു ചെറിയൊരു ചൂരലിന്റെ എന്തോ ഒരു തടി കൊണ്ടുണ്ടാക്കിയത്. അത്ര ഒരു തടസ്സമുള്ളൂ ബ്രദർ അതിങ്ങനെ ബ്രദർ അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ചെറിയൊരു തടസ്സമാണ് ജീവിതത്തിൽ. ശാസ്ത്രി പ്രാർത്ഥിച്ച് അതിനെ തള്ളിൽ ദൂരെ കളഞ്ഞ് ഇറങ്ങി. അത് ഇവൻ പറയുന്നത് അത് ഒന്ന് നമ്മൾ മെനക്കെട്ടാൽ മതി അതിന് വേണ്ടി. അത് വലിയ ഭാരമുള്ള സാധനമൊന്നുമല്ല. വലിയ ചെറിയ നിസ്സാര കാര്യം. വലിയ നിസ്സാര കാര്യം അത്. അപ്പം അതിൻ്റെ അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാൻ ദൈവം പറയുന്നത്. അത് മാറ്റാൻ പൊട്ടണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി ബ്രദർ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതിനുവേണ്ടി ഒന്ന് മെനക്കെടണം അതിനുവേണ്ടി. അപ്പോൾ അത് മാറും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാലും ക്ഷമനാമൻ പ്രാർത്ഥിച്ചാലും in the name of Jesus. Hallelujah. Jesus, praise the Lord. Hallelujah. Rakamana segana sharagal kabana hasti maragal kana arabana hasteni. Yes. Hallelujah. Sister തന്നെയുള്ളോ? ആ. ശാലാബ റഖമന ശരബന ഹസ്തന റഗൽ kana
ഹോളി 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 വിശുദ്ധാത്മാവെ ശോധന ഏൽപ്പിക്കാൻ സമർപ്പിക്കാൻ സറണ്ടർ കർത്താവെ ആലയ വിശുദ്ധാത്മ സഹായിച്ചാലും കർത്താവെ ഒരു മരം ഇങ്ങനെ വെട്ടി മുറിച്ചിട്ടിരിക്കുക, എന്നിട്ട് പ്രധാനമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക കാണിക്കുന്നത്. മരം ഇങ്ങനെ വെട്ടി മുറിച്ചിട്ടിരിക്കണം, ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക ബ്രദർ. മുറിയണത്, ആലയം മുറിയണത്, മുറിഞ്ഞ് വെളി വേണം, രണ്ടാമത്തെ മുറിയണത്. അതന്നെ ചെറിയൊരു വിടുതൽ ഇങ്ങനെ ഉണ്ട് ബ്രദർ. അതാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ബ്രദർ. വെട്ടണം, വെട്ടിയാലേ പറ്റത്തുള്ളൂ. മുറിച്ചു കൂട്ടി വെട്ടിക്കൊണ്ടിരിക്കണം. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിനെ എല്ലാവരും വിളിച്ചാൽ പരിശുദ്ധാത്മാവെ ഹോളി സ്പിരിറ്റ് വീണ്ടും ആഴമെത്തുന്നാൽ 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 ആഴമെത്തുന്നാൽ
വലതുമുട്ടിന് വേദന സൗഖ്യമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു യേശുനാമത്തിൽ വലതുമുട്ടിന് സൗഖ്യം വന്നിട്ടുണ്ട്. യേശുനാമം സൗഖ്യമാണ്. ചിലരിങ്ങനെ ഈ കോർക്ക് വെച്ച് ഇങ്ങനെ കുപ്പി അടച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധം പറയുന്നത് കോർക്ക് കഴിക്കണം, നമ്മുടെ ഹൃദയം തുറക്കണം, എന്നാലും ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ചിലരിങ്ങനെ നല്ല സെന്റ് കുപ്പിയാണ്, പക്ഷെ സെന്റ് കുപ്പി എന്ത് ചെയ്തിരിക്കുന്നത് കോർക്ക് വെച്ച് ഇങ്ങനെ അടച്ച് പൂട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് ആ കർത്താവ് നിറയ്ക്കാൻ പറ്റത്തില്ല. അവിടെ കർത്താവ് ഓപ്പൺ ആയി കൊടുക്കും, ഹൃദയം ഓപ്പൺ ആയി കൊടുക്കും. കർത്താവ് എൻ്റെ ആ ഹൃദയത്തിന്റെ കോർക്ക് ഞാൻ തുറക്കുകയാണ്. എല്ലാവരും പറഞ്ഞു എൻ്റെ ഹൃദയത്തിന്റെ കോർക്ക് ഞാൻ തുറക്കും, എൻ്റെ വാതിൽ ഞാൻ തുറക്കുകയാണ്. രാത്രി കർത്താവ് അന്ന് മുട്ടുന്നു, വാതിൽ മുട്ടുന്ന ആരെങ്കിലും അതിന്റെ വചനം ദൈവം തരുന്നതാണ്. എന്നെ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽ കർത്താവ് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ത് സംഭവിക്കും? അവനോടുകൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രി നമ്മളോട് അത്താഴം കഴിക്കും കർത്താവ്. അതിനോട് വാതിൽ മുട്ടുന്നു, രാത്രി ഹൃദയത്തിന്റെ വാതിൽ നിന്ന് മുട്ടുന്ന കർത്താവ് തുറന്നു കൊടുത്താൽ കർത്താവിന്റെ വാതിൽ തുറക്കുക. എല്ലാവരും എന്റെ ഹൃദയം തുറക്കുന്ന കർത്താവ്, എന്റെ ഹൃദയം സമർപ്പിക്കുന്ന കർത്താവ്. പ്രവേശിക്കാം. ഈ ഭവനത്തിലോട്ട് വന്നാൽ കർത്താവ് യേശുവിനെ ക്ഷണിച്ചാൽ, യേശുവിനെ ക്ഷണിച്ചാൽ കർത്താവ് ചർച്ച വരണമേ, കർത്താവ് ദേശത്തെ കർത്താവ് വരണമേ, ഞങ്ങളുടെ ഭവനത്തിൽ വരണമേ, യൂണിവേഴ്സിറ്റി വരണമേ, സ്കൂളിൽ വരണമേ, ഞങ്ങളുടെ ഭവനത്തിൽ വരണം കർത്താവ്, ഞങ്ങളുടെ ജോലി കൊണ്ട് കർത്താവ് വരണം. എല്ലാവരും കർത്താവ് ക്ഷണിച്ചാൽ oh, we invite you, Jesus. Hallelujah. Come to my school. Come to my college. Hallelujah. Come to my house. Hallelujah. Come to my church. Kami nandiyathille baratavi varana. Mana berkata khabar hallelujah. Khabar juga praർത്ഥന. ഞാൻ ദൈവത്തിന് വരാൻ പറ്റുള്ളൂ. നമ്മളൊന്നും മസിൽ വെച്ചിട്ടില്ല. എന്റെ സർവ്വ കൊടുക്കുന്നുണ്ട്. There's nothing worth more could ever come close. Nothing can compare. You're all living hope. Your presence, Lord. Holy Spirit, more presence. Jesus, more presence. I've tasted and seen the sweetest of loves. My heart becomes free, and my shame is undone. Your presence, more presence, more presence. Holy Spirit, you are welcome. Yes.
Holy Spirit, you will come here. Your glory, that is what I must know. To be overcome by your presence, Lord. More power, more presence. Holy Holy Spirit. Hallelujah. Ikaw may kagawin sila ng kagawin. Rakamanashi. Haha. Haha. In the name of Jesus. Pasang kawin. Rakamanashi. Sabi ko lang. Worship. Worship. We give you glory, honor. We give you glory, honor, praise, praise, praise. Worship you, Lord. Worship you, Jesus. Worship you. Hallelujah. Hindi ko kayo lang tayo na. Worship you, Lord. Hindi ko worship you. Hallelujah. 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 Oh, worship you, Lord. Worship you, Lord. Worship you, Lord. Worship you, Lord. Worship you, Lord.
എല്ലാം യേശു തൊടട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രാത്രി യേശു വന്നിട്ടുണ്ട്. ഈ മൂപ്പന്മാരൊക്കെ രാത്രി ഹല്ലേലൂയ ഇരുണ്ട തലത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നതാണ്, ഉൾപ്പെടുന്നതാണ്. ഹല്ലേലൂയ. Praise God, praise God, praise God. രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. രാത്രി യേശു വന്നിട്ടുണ്ട്. Our master is here. Hallelujah. Yes, he's holy. Holy. You are holy, holy. I love God Almighty. Sisters, നമുക്കിലേക്ക് കരം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുനാഥ എല്ലാ മുഴകളും മാറണം. മുഴകൾ രാത്രി മാറിക്കോട്ടെ. ഹീലാകട്ടെ, ഡിപ്രഷൻ ഹീലാകട്ടെ, മെഡിസിന്റെ പോലുള്ള അഴിമാറട്ടെ, മെഡിസിൻ അഡിക്ഷൻസ് അഴിമാറും യേശുവിന്റെ നാമത്തിൽ. സോറിയസിനെ ശാസിക്കുന്നു, ക്രിമിസിനെ ശാസിക്കുന്നു, മുടിയൂഴ്ചനെ ശാസിക്കുന്നു. എല്ലാവരും പഠിക്കാറ്. ഫയർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ബാക്ടീഷൻ വെള്ളച്ചാട്ടത്തിനകത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നു രാത്രിയിൽ. ഞാൻ വെള്ളച്ചാട്ടത്തിനകത്ത് നിൽക്കുന്ന പോലെ അനുഭവിക്കുന്നതായിക്കൊണ്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി പാടിയാലും You are holy, yes, holy. അറിയാൻ വേണമെന്നൊന്ന് ചിന്തിക്കണം. പാടിക്കോ. ഹൃദയം ദൈവം അറിയുന്നത്. Come on. Singing it again.
Holy, Hallelujah, Almighty, Holy, നടുവേദന സൗഖ്യമാകുന്നുണ്ട്, നടുവേദന സൗഖ്യമാകുന്നുണ്ട്. Holy Salam, Holy, come on, കരം ഉയർത്തിയാൽ Holy, Hallelujah, Almighty, Holy Salam, Holy Salam, you are holy, Lift our hands to the Lord. Come on. holy, Lord, we thank you. Keep singing. Hallelujah, Lord, I thank you Almighty. for your presence. ദൈവസന്നിധിയിലേക്ക് ആമേനിലേക്കു ആരാധിച്ചാൽ ഈസിയർ യേശുവിനെ ആരാധിച്ചാൽ സ്പിരിറ്റ് ഈസിയർ സ്പിരിറ്റിലൂടെ Holy Spirit, touch Welcome your you, people. Holy Spirit. Welcome. Feel your people. Heal your people. In the name of Jesus. Fill your people tonight. Holy Salam. ഇമാം ശക്തമായ ദൈവസാന്നിധ്യം പ്രാപിച്ചാൽ Lift our eyes from this world Holy, to look at you and you alone. holy, വലതുകളുടെ മേലിൽ തലയ്ക്കകത്ത് എന്തോ പ്രശ്നം നീ മാറ്റുക. നിങ്ങളുടെ വലത് സൈഡിൽ തലയ്ക്കകത്ത് എന്തൊക്കെയോ പ്രശ്നം നീ മാറ്റുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Give us the spirit of worship. ഹല്ലേലൂയ. വലത് കണ്ണിന് മുകളിൽ നെറ്റിക്ക് മുകളിലായി വലത് ഭാഗത്തായിട്ട് എന്തൊരു സൗഖ്യം വ്യാപരിക്കുന്നു. അടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി ശുദ്ധി ഇറങ്ങുന്നതുപോലെ ദൂരോട് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ഇടത് സൈഡിൽ നിങ്ങളുടെ തലയ്ക്കകത്തെ വേദനകൾ സൗഖ്യമാകുന്നു. നിങ്ങളുടെ തലയ്ക്കകത്തെ വേദനകളൊക്കെ സൗഖ്യമാകുന്നു. ഇടത് ഭാഗത്തെ വേദനകൾ സൗഖ്യമാകും. നിങ്ങളുടെ തല ദൈവം തൊടുന്നുണ്ട്. തല തലയ്ക്കകത്തെ വേദനകൾ നിങ്ങൾ മാറ്റുന്നു. In the name of Jesus. In the name of Jesus. Be healed. Yes. Be healed. ഈശ്വരനായ സൗഖ്യമാകുന്ന വചനപ്പോഴായിരുന്നു. നിങ്ങളുടെ വലതിൽ ഈ ചെവി ഈ പിടൽ വേദന മാറ്റും. വലത് സൈഡിൽ പിടൽ വേദന. വലത് സൈഡിൽ പിടൽ വേദന. ബി പി നോർമൽ ആകണം. ബി പി നോർമൽ ആകണം. ഈശ്വരനാമത്തിൽ നോർമൽ ആകണം. യെസ്. Just a little more. Just look right out. Holy, Hallelujah, Mighty, Holy Savior, തലയ്ക്കകത്ത് വേദനമാകും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു, എത്ര പേര് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഭയങ്കര സാന്നിധ്യമുണ്ട്. ഞാൻ കണ്ടു തുറക്കാതെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു പറയുന്നത്. ആ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. രാജ്യങ്ങളെ രുചിച്ചറിയട്ടെ. ഹല്ലേലൂയ. Yes, Lord. Holy, Worthy. Hallelujah, Almighty. യേശുവേ നന്ദി. ദുഷ്ടശക്തിയാണെങ്കിൽ അവനെ Reflect everything. Voices and sing that again. I stand. Touch your people.
Lord, touch your people. Heal your people. Deliver your people. In the name of Jesus. Deliver your people. Heal God. Father, I love you, Father. God is mine. You're my God. You're my God, Jesus. Father, my Father, Everyone together. and then up and out. Father, you're my God. Jesus, you're my God. You're my Jesus. My Jesus. My Jesus. My Holy Spirit. My Father. My Father. My Jesus. My Jesus. എല്ലാവരും പറയാം യേശു എന്റേതാണ് യേശു എല്ലാവരും പറയാം എന്റെ യേശു എന്റെ പിതാവ് എന്റെ പരിശുദ്ധാത്മാവ് യേശു നിങ്ങൾ അവകാശം പറയാം എന്റെ യേശു നിങ്ങൾ വലിയ ബന്ധമുണ്ടായിരുന്നു രാത്രി യേശു നിങ്ങൾ വായി തുറന്ന് പറയാം എന്റെ യേശു എന്റെ പിതാവ് എന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബന്ധമുണ്ടായിരുന്നു നിങ്ങൾ സ്വന്തം അവകാശം പറയാം സ്വന്തം അവകാശം പറയാം എന്റെ യേശു എന്റെ പിതാവ് എന്റെ പരിശുദ്ധാത്മാവ് യേശു ഹല്ലേലൂയ അങ്ങേന്റേതാണ് കർത്താവേ യേശു കർത്താവിനെ വസിക്കട്ടെ കർത്താവിനെ വസിക്കട്ടെ ഈ എത്ര പേര് മഞ്ഞിൽ തൊഴിലുകൾ വീഴുന്നപോലെ ആത്മാവിന്റെ സ്ഥാനത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അന്ത്യകാലത്ത് സകല ജലത്തിന്മേൽ ആത്മാവിനെ പകരും ആ മകർഷന്റെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറ യേശുവിന്റേതാണ് യേശുവിന്റേതാണ് പിതാവിന്റേതാണ് ആത്മാവിന്റേതാണ് യേശു നിങ്ങൾ അവകാശമാണ് യേശുവിന് അവകാശമാണ് അകന്നിരിക്കുന്ന ബന്ധമല്ല നമുക്ക് വേണ്ടത് അടുത്തിരിക്കുന്ന ബന്ധം യേശുവിന്റേതാണ് 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 യേശു എല്ലാവരും my God, you're my God, you're my God, you're my Jesus, you're my Holy Spirit. ഹൃദയം തുറന്ന് കണ്ടാൽ പറ യേശുവിനെ എന്റേതാണ്. Hallelujah, 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 hallelujah. Jesus. അധികാരം സകല ജനത്തിന്മേൽ ആത്മാവിനെ പോലും ആത്മാവകാശം യേശു ഈ മഞ്ഞ് വീഴുന്നത് പോലെ നമ്മൾ ഈ സ്നോ വീഴുന്നത് പോലെ അനുഭവിക്കാൻ നിൽക്കുക സ്നോയിക്കാൻ നിൽക്കുക അവിടെല്ലാം സ്നോ നിറഞ്ഞിരിക്കുക ആത്മാവിന്റെ സ്ഥാനത്ത് നിറഞ്ഞിരിക്കുക അതുപോലെ ഇങ്ങനെ ആത്മാവിനെ പോയിക്കൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ സ്വീകരിക്കുന്നില്ല നിങ്ങൾ ഏൽപ്പിച്ചു അനുഭവിക്കാൻ പറ്റുന്നത് അനുഭവിക്കണം ദൈവത്തെ രുചിച്ചറിയാം ദൈവത്തെ രുചിച്ചറിയാം ഒരു ടെൻഷനും ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല, എല്ലാം മറന്നു നോക്കിയാണ്. ഒന്നിനെ കുറിച്ച് വിചാരമില്ല. മനസ്സ് മാറരുത്, ക്രിസ്തുവിനെ മാത്രം നോക്കുന്നത്. ചെയ്യാൻ പറ്റും. ആത്മാവിനെ ആരാധിച്ചാൽ ദൈവ സ്പിരിറ്റാവും, ദൈവ ആത്മാവാവും. ശക്തമായി മഴ വെള്ളത്തിന്മേൽ മഴത്തുള്ളികൾ കാണുന്നു. വെള്ളത്തിന്മേൽ മഴത്തുള്ളികളാണ്. ചിലർ ഞാനറിയാം, ചിലർ വാഴയിൽ പിടിച്ചിങ്ങനെ നിൽക്കുക, മഴ പെയ്യണം.
Receive anointing now. Receive anointing now. Receive the rain now. Receive the rain now. Receive the rain now. Receive the rain now. Receive the rain. Holy, 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 holy. Receive the rain. Receive the rain. Receive the rain now. Receive the rain. The name of Jesus, rain. Receive the rain. Thank you very much. Receive the rain. Possible രണ്ടാമത്തെ അറിയില്ല. Possible രണ്ടാമത്തെ അറിയില്ല. Receive it. ഓരോരുത്തരെ മതിയല്ലേ. ഓരോരുത്തരെ ടച്ച് മതിയല്ലേ. ഓരോരുത്തരെ മതിയല്ലേ. അക്കിന ഓരോരുത്തരെ മതിയല്ലേ. Hallelujah. ഓരോരുത്തരെ അക്കിന മതിയല്ലേ. In the name of Jesus. Hallelujah.
പ്രഭുവർക്ക് ദിവസാർത്ഥം മനസ്സിലാവും എനിക്കറിയത്തില്ല. ശക്തമായ ദിവസം അനുഭവിക്കുന്നു. Oh, thank you, Jesus. Hallelujah. Praise God, praise God, praise God, praise God, praise God. Hallelujah, hallelujah, hallelujah. Rakama Shankara Dibara Kabala Sharavana Ori Kibana Sharara Shandara. സംസാരിച്ചാൽ ദൈവത്തോട് സംസാരിച്ചാൽ എല്ലാ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവത്തോട് സംസാരിച്ചാൽ ഭയങ്കര സാന്നിധ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നത് ശക്തമായി സാന്നിധ്യം. ഓ എല്ലാവരും സംസാരിച്ചു, ദൈവത്തോട് സംസാരിച്ചു. ദൈവമേ ആരും മൗനമായിരിക്കരുത്, എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ആരാധിക്കുക. അങ്ങനെയാണ് ദൈവശാന്തി അറിയുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലിയ പ്രത്യാശയോടിരിക്കുക, ഒരു പ്രാപിക്കാനിരിക്കുക, ഒരു പ്രാപിക്കാനിരിക്കുക. എന്നാലും ദൈവത്തിന് തരാൻ പറ്റുള്ളൂ. ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ഫ്രഷ് ഫയർ. ആത്മാവിന്റെ സാന്നിധ്യം പിന്നെയും വെളിപ്പെടും. ആത്മാവിന്റെ സാന്നിധ്യം പിന്നെയും വെളിപ്പെടും. ആത്മാവിന്റെ സാന്നിധ്യം പിന്നെയും വെളിപ്പെടും. You know, the prophet Ezekiel's most famous walking experience involves being carried by the Spirit of the Lord into the valley of dry bones. So during this vision, God asked him, "Son of man, can these bones live?" So Ezekiel prophesies, and the bones rattle joined together and are resurrected as a vast army, right? Vast army. So, എസെക്കിയേൽ പ്രവാചകന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അനുഭവമാണ്. നമ്മൾ വായിച്ചിട്ടുണ്ടോ അല്ലേ? കർത്താവിന്റെ ആത്മാവിനാൽ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? ആരെ കൊണ്ടുപോകുന്നത്? കർത്താവിന്റെ ആത്മാവിനാൽ അല്ലേ? അവിടെ ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രശ്നങ്ങൾ നടുവിലോട്ട് എങ്ങനെ പോകണം? ജഡത്തിൽ പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. ജഡത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കത്തില്ല. മനസ്സിലായോ? ജഡത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടത്തില്ല. കിട്ടുമോ? കാരണം ദൈവാത്മാവാകുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല. എപ്പോഴും ചിന്തിച്ചോ. ജഡത്തിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നിങ്ങൾ വർഷങ്ങളോട് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് മറുപടി കിട്ടത്തില്ല. പ്രൈസ് ഗോഡ്. ഇനി ഇമോഷൻ്റെ അകത്ത് അധികം പ്രവർത്തിക്കത്തുമില്ല. നമ്മൾ കരയില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ? കരയാനും അധികം പ്രവർത്തിക്കത്തില്ല. ആരെവിടെയായിരിക്കുന്നത്? വചനം കാണിച്ചത്? നിങ്ങൾ വചനം കാണിച്ചേ. കണ്ണുനീരിനെ വചനം കാണിച്ചേ. കണ്ണുനീരിനെ കണ്ണുനീരിനെ മറികടക്കത്തിനെ വചനം കാണിച്ചു. വചനമില്ലാതെ പ്രവർത്തിക്കുന്നത് മധുരമില്ലാതെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ആര് പറഞ്ഞു? കാണിച്ചത് സങ്കടത്തിൽ തുരുത്തി വെച്ചിട്ടുണ്ട്. അതിന് മറുപടിയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പറഞ്ഞിട്ടുണ്ടോ? അവിടെ പ്രസംഗിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ പ്രസംഗിക്കുന്നല്ലേ? അപ്പൊ ഇമോഷന്റെ അകത്ത് അധികം പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണത് അല്ല. കൃത്യമായി നിലവിളിച്ചോട്ടെ. കേട്ടു. യേശു നമ്മുടെ കണ്ടുമുട്ടൽ, അതെ, നമ്മുടെ എന്താ കുരുടനല്ലേ? കുരുടനെ സൗഖ്യമാക്കാൻ യേശു നിന്നു. ഓക്കെ, സൗഖ്യമാക്കി, ആയിക്കോട്ടെ, സന്തോഷം. പക്ഷേ ഈ ഇമോഷന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. നമ്മുടെ ഈ ജഡത്തിലുള്ള ഇമോഷൻ ഉണ്ടല്ലോ, ഓർമ്മ. ദൈവം പ്രവർത്തിക്കുന്നത് എവിടെയാ? ആത്മാവിലല്ല, വചനത്തിലാണ് പ്രവർത്തിക്കുന്നത്. വചനവും ആത്മാവോടെ ഒന്നിച്ച് അലയം ചെയ്യുമ്പോൾ, ഒന്നിച്ച് ചേരുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? കാരണം ദൈവങ്ങളല്ല നമുക്ക് എന്തുണ്ട്? ആത്മാവുണ്ട്, രണ്ടെന്നുണ്ട്, വചനമുണ്ട്, മൂന്നെന്തുണ്ട്? അധികാരമുണ്ട് അല്ലേ? ഇത് മൂന്ന് യേശു തന്നിട്ടുണ്ട്.
മറ്റേ ഭർത്തമായി ആരായിരുന്നു? അധികാരമുള്ളവനല്ല, അവൻ വെറും ജാതിയനാണ്. ആർക്കും അറിയില്ല. ജാതിയൻ നിലവിളിച്ചാൽ ദൈവം കേൾക്കും. ദൈവത്തിന് മുന്നിൽ ജാതിയാണ്. മീൻസ് നമ്മളെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായി തരുന്നത്. യഹൂദൻ ഇപ്പോഴും ജാതി ദൈവത്തിന് മുന്നിൽ. പക്ഷെ ഒരു പ്രത്യേക ജനമാണെങ്കിലും ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേ ദൈവത്തിലായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ അന്ന് ജാതിയാ അല്ലേ? അതിനല്ലേ പൗലോസ് പറയുന്നത് യഹൂദനെന്നോ ജാതി എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? യഹൂദ ഒരു പ്രത്യേക ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മളെല്ലാം ജാതികളുടെ അകത്തുനിന്നുള്ള വന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ദൈവ പൈതലാകുന്നില്ല. മീൻസ് യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണല്ലോ അവൻ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണല്ലോ എന്താ വരുന്നത്? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്തായി തീരും? ദൈവമക്കളായി തീരും. ആ ഒരു അവകാശം കൊടുത്തിട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ലോ. കേട്ടിരിക്കുന്നു. അടുത്തത് കൈകൊണ്ടു ദാവീദ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പ്രാർത്ഥന കേട്ടെന്ന കാര്യം പറയുന്നത് കേട്ടിരിക്കുന്നു. ഈ ഹന്ന കരഞ്ഞപ്പോഴും ദൈവം കേട്ടിരുന്നു. ഹന്ന കരഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് വേണ്ടി കരഞ്ഞല്ലോ, ദൈവം കേട്ടിരുന്നു. കേട്ട് നമ്മൾ കരയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നില്ലെന്ന് പറഞ്ഞത്. പക്ഷെ പുതിയ നിയമത്തില് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക്, നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക്, നമ്മൾ അഭിഷേകം പ്രാപിച്ചപ്പോൾ നമ്മൾ ദൈവ വൈദ്യരാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായി കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ഒന്നും ദൈവം നമുക്ക് അധികാരം തന്നിരിക്കും. രണ്ടെന്താണ്? നമുക്ക് ആത്മാവുണ്ടല്ലേ, പരിശുദ്ധാത്മാവുണ്ട്. മൂന്നെന്താണ്? ദൈവത്തിന്റെ വചനമുണ്ട്. ഇതിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്നെ കർത്താവ് വിടുവിക്കണം നിങ്ങൾ 1000 പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ ദൈവം വിടുവിക്കത്തില്ല. എന്നാൽ നിങ്ങൾ അധികാരം പറഞ്ഞ്, നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയോ, ദൈവത്തിന് വിടുതൽ കാണാൻ പറ്റും. അപ്പൊ ഈ ഇസക്കിയേൽ നിങ്ങൾ എന്ത് ചെയ്തു? ആത്മാവില് എങ്ങോട്ട് കൊണ്ടുപോയി? അസ്ഥികളുടെ താഴെയിലോട്ട് കൊണ്ടുപോയി, താഴ്വരയിലോട്ട് കൊണ്ടുപോയി അല്ലെ? അസ്ഥിയുടെ താഴ്വരയിലോട്ട് കൊണ്ടുപോയി. ആത്മാവില് അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടെ ഒരു ദർശനമാണ് അദ്ദേഹം കാണുന്നത്. കണ്ടോ? ഈ ദർശനത്തില് ദൈവം ചോദിക്കുക. എന്താ ചോദിക്കുന്നത് ദൈവം? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ആത്മാവിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ആര് സംസാരിക്കുന്നത്? ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആത്മാവ് വേണം. ആത്മാവിൽ സഞ്ചരിച്ചിരിക്കുന്ന ആ മണ്ഡലത്തിൽ പോയെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഒരു ആത്മീയ മണ്ഡലം ഉണ്ടാകണം അല്ലേ? ഒരു ആത്മീയ മണ്ഡലത്തിലുണ്ടെങ്കിൽ മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം എന്താണ്? ആത്മാവ്. ആത്മാവിനോട് ഇടപെടത്തുള്ളൂ. നമ്മുടെ സ്പിരിറ്റിനോട് ദൈവം ഇടപെടത്തുള്ളൂ. നമുക്ക് ജഡത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റും ഇല്ല. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ആരാധിക്കുകയും നമ്മൾ ദൈവത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പയ്യധികം നമ്മളെന്ത് ചെയ്യും? പയ്യെ ആത്മാവിലോട്ടായി കഴിയുമ്പോഴാണ് വിഷൻസ് കാണുന്നതും ദർശനങ്ങൾ കാണുന്നതും അല്ലെ? ശരിയല്ലേ? വെളിപ്പാടുകൾ കാണുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും ദൈവത്തിന്റെ ആ സാന്നിധ്യം മനസ്സിലാവുന്നതൊക്കെ അതിൻ്റെ അകത്ത് ആത്മാവിന്റെ പറഞ്ഞു. അപ്പോൾ ഈ ഇസ്കേലിനോട് ദൈവം ചോദിക്കുകയാണ്, എഹെസ്കേലിനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ എന്താണ്? ജീവിക്കുന്നു. നമുക്ക് വലിയൊരു ദർശനം അവിടെ കാണുന്നതാണ്. അദ്ദേഹം കാണുന്നത് എന്താണ്? The vision is fundamentally about spiritual rebirth ആണ് അല്ലേ? റീബർത്ത്, ഒരു സ്പിരിച്വൽ റീബർത്ത് ആവും അല്ലേ? നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി. ഇസ്രായേലിനെ കുറിച്ചാണ് അവിടെ പറയുന്നെങ്കിലും പക്ഷെ ദർശനം എന്താണ്? ഒരു റീബർത്തിനെ കുറിച്ചാണ്. ഇസ്രായേലിനെ പറഞ്ഞത് റീബർത്ത് ആണ് അല്ലേ? മരിച്ചുപോയ ആളല്ലേ, അവരെല്ലാം അസ്ഥി ആയിട്ട് കിടക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അസ്ഥി കൂടാരങ്ങളാണ്. എന്നാൽ വീണ്ടും അത് ജനിക്കുന്നവരെ കാണും. വീണ്ടും ജനിക്കുക. ശരിയല്ലേ പറഞ്ഞേ? വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കുന്നവരെ കാണുന്നേ വീണ്ടും. സോ ഇറ്റ്സ് എ റെപ്രസെന്റേറ്റിംഗ് ഗോഡ്സ് പവർ ടു റീസ്റ്റോർ അല്ലേ? ഹോപ്പ് ടു seemingly dead nations. ആത്മസാന്നിധ്യം വരുമ്പോൾ എന്ത് സംഭവിക്കും?
ജീവിക്കും. ജീവിക്കും അല്ലേ? ജീവനില്ലാത്ത റീബോൺ ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിലെന്താ പ്രാർത്ഥിക്കണം? കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മസാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവ് വിട്ടുകൊടുക്കണം. എൻ്റെ ഹസ്ബൻഡിന് മേൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കണം. മനസ്സിലായോ? നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? കർത്താവേ, അവരിൽ മേൽ പരിശുദ്ധാത്മാവിനെ ഞാൻ ഏൽപ്പിക്കുക, അവരിൽ മേൽ ആത്മാവിന്റെ സാന്നിധ്യം വരട്ടെ. ആത്മാസാന്നിധ്യം വരുന്നത് പറയും, ആത്മസാന്നിധ്യം വരുന്നത് പറ്റും റീബോൺ ചെയ്യും അല്ലേ? So God's power restore hope to see seeming dead nations. ആ ഒരു നേഷൻ, ആ ഇസ്രായേൽ നേഷൻ മുഴുവൻ എന്താണ്? ഒരു ഹോപ്പ് കാണും. ഈ പ്രവാചകനാണെങ്കിലും അല്ലേ, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നശിച്ചു കിടക്കുന്ന ആരെ കുറിച്ച് കാണിക്കുന്നത്? ഇസ്രായേലിനെ കുറിച്ച് കാണിച്ചല്ലേ? എന്നാൽ അദ്ദേഹത്തിന് വിഷയം കണ്ട മനസ്സിലായി ഹോപ്പ് അല്ലേ? ഹോപ്പ്. പ്രൈസ് ഗോഡ്. രാത്രി ഓർത്തണം, വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുമ്പോഴാണ് ആത്മാവ് ചില ദർശനങ്ങൾ കാണിക്കപ്പെടുന്ന നമുക്ക് ഹോപ്പ് ഉണ്ടാവും. പ്രൈസ് ഗോഡ്. ആത്മാവിന് ചില ദർശനങ്ങൾ കാണുന്നത് എന്ത് സംഭവിക്കും? ഹോപ്പ് വരും. ഹല്ലേലൂയ. സോ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ബീയിങ് എ ബോൺ അഗൈൻ. ഓക്കേ അല്ലേ? അപ്പൊ ഈ ദർശനം അടിസ്ഥാനപരമായി ആത്മീയ ഒരു പുനർജനനത്തെ കുറിച്ച് കാണിക്കുക. മരിച്ചതായി തോന്നിയ ഒരു ജനതയ്ക്ക് അവിടെ പ്രത്യാശ വരിക. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഒരു ശക്തിയെ പ്രതിനിധീകരിക്കുക അല്ലെ? വീണ്ടും ജനിക്കവിടെ. നോക്കിയാൽ നമ്മളെല്ലാം മരിച്ച് അകത്തെല്ലാം ഉണങ്ങിയിരുന്നവരാ, അസ്ഥി പരുവായിരുന്നു. നമ്മുടെ ആത്മാവിലായിരുന്നു, അസ്ഥി പരുവായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഡ്രൈമോൺ ആയിരുന്നു നമ്മളെല്ലാം. ശരിയാ പക്ഷേ നമ്മളെല്ലാം ഡ്രൈമോൺ ആയിരുന്നു. പക്ഷെ ആത്മാവ് നമ്മുടെ ആത്മാവിലൂടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കൊരു റീസ്റ്റോർ, ഒരു പുതിയ ബർത്തായി നമ്മളെല്ലാം. ഹല്ലേലൂയ. നമ്മൾ പുറമെ കാണുന്നൊന്നും അല്ല കേട്ടോ, അകത്തിരിക്കുന്നവനാണ് നമുക്ക് ബലമുള്ളത് അല്ലെ? അകത്തിരിക്കുന്നവനാണ് സ്പിരിറ്റ്, അവനാണ് പുതിയതായിട്ട് ജനിച്ചത്. പ്രൈസ് ഗോഡ്. പക്ഷേ എസെക്കിയേൽ പ്രവചനത്തിൽ ശക്തമായി പറഞ്ഞ അപ്പൊ ഇതെന്താ? The vision of the valley, Ezekiel 37:1-40 നമ്മൾ വായിക്കുമ്പോൾ God tells Ezekiel to prophesy to the wind and the breeze so that the dead may be alive. അല്ലേ? എന്താ പറയുന്നത്? നീ ചെയ്യണം, വിൻഡിനോട് ചെയ്യണം. ഇപ്രകാരം അരുളി ചെയ്തു, ശ്വാസമേ നീ നാല് കാറ്റിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടവൻ അവരുടെ മേൽ ഊതുക. അവൻ വിൻഡിനോട് ചെയ്തു, കൽപ്പിച്ചു അല്ലെ? അല്ല ഊതി. അടുത്തെന്താ? രണ്ട് കാര്യം ചെയ്യുന്നു. ഒന്ന് എന്താണ്? ഒന്ന് വിൻഡ്, രണ്ട് ഊതി. വിൻഡ് ആൻഡ് ദി ബ്രെത്ത് അല്ലേ? സോ ദാറ്റ് ദെൻ മേ ബി ലൈഫ്. അവർ ജീവിച്ച വിൻഡിനോട് ചെയ്തു, പ്രവചിച്ചു, എന്നിട്ട് ഊതി. അവരുടെ മേൽ ഊതുക. എന്നിട്ട് അതിന് വേണ്ടി ചെയ്തു ഊതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ബ്രെത്ത് ഉണ്ടല്ലോ, ഇതാ നമ്മുടെ ഈ ശ്വാസം, ഇതിന്റെ ശക്തി ഇരിക്കുന്നത്. നമ്മുടെ പറഞ്ഞ മൗനമായിരുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൗനമായിട്ടിരുന്നേക്കാളും നമ്മൾ വചനം നമ്മുടെ വായ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. നമ്മുടെ വായ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. മനസ്സിലായോ? അവിടെയാണ് ശക്തി. അതാണ് ബ്രീത്ത് അല്ലേ? ഊതി. ഊതിയാൽ എന്തുവാ? കാറ്റിനോട് പ്രവചിച്ചു. കണ്ടോ? കാറ്റിനോട് പ്രവചിച്ചു. കണ്ടോ? കാറ്റ് എങ്ങോട്ട് വേണം? കാറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വീശ അല്ലേ? എന്നാ കാറ്റിന് വീശിക്കോട്ടെന്ന് ഓർത്തോ? മൗനമായിട്ടിരുന്നു അല്ല. എന്ത് ചെയ്തു? കാറ്റിനോട് പ്രവചിച്ചു. രാത്രി നിങ്ങൾ പ്രവചിക്കണം. നിങ്ങളുടെ വായുവിനോട് പ്രവചിക്കണം. നിങ്ങളുടെ പ്രതികൂലത്തോടെ നിങ്ങൾ സംസാരിക്കണം. മനസ്സിലായോ? മൗനമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവം ഞാൻ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വചന പറഞ്ഞു ചില ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകില്ലേ? വചന എപ്പോഴും ശബ്ദത്തിലെ പ്രവർത്തിക്കുന്നു. അതിനെല്ലാവരോടും പറഞ്ഞ് മൗനമായിരിക്കരുത്. സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, മൗനമായിരിക്കരുത്. നിങ്ങൾ സ്തുതിക്കുക, വായ തുറക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ വായിക്കാത്ത ശക്തി ഇരിക്കുന്നത്. വായിക്കാത്ത ശക്തി ഇരിക്കുന്നത് എത്രയോ നാളുകളായി നമ്മൾ പറയാൻ സംഭവിച്ചത്. വായിക്കാത്ത ശക്തി. എനിക്ക് ശ്വാസം എടുത്തിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ശബ്ദം വരുന്നത് അല്ലേ? ഞാൻ ബ്രീത്ത് എടുത്തിട്ടു അങ്ങനെ ആ ഒരു ബ്രത്ത് ചെയ്ത് അല്ലേ? അതിനാണ് ശബ്ദം വരുന്നത്.
അപ്പൊ കാറ്റിനോട് പ്രവചിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ഊതി. ഹല്ലേലൂയ, ഊതി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. രണ്ട് കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയിൽ വേണം. എന്താണ്? ഒന്ന് പ്രവചിക്കണം, രണ്ടെന്താണ്? ഊതം. മനസ്സിലായോ? ഹല്ലേലൂയ, ഊതം. സോ ഈ താഴ്വരയുടെ ദർശനം നമ്മൾ കാണുന്നതാണ്. എസ്കേല് 37:1-14 വരെ കാണുമ്പോൾ മരിച്ചവർ ജീവിക്കേണ്ടത് എന്ത് പറ്റി? കാറ്റിനോടും ശ്വാസത്തോടും പ്രവചിക്കുവാൻ ദൈവം എന്ത് പറയുന്നു? എഹെസ്കേലിനോട് പറയുന്നു അല്ലേ? അപ്പൊ ഈ കാറ്റ് പറയുന്നത് എന്തുവാ? അല്ലെങ്കിൽ ശ്വാസം എന്തുവാ? റുവാക്ക് അല്ലെ? റുവാക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവ്. റുവാക്ക്. നമ്മളിങ്ങനെ മതസഭയിലൊക്കെ പറഞ്ഞു റുവ അല്ലെ? റൂഹ വിശുദ്ധാത്മാവ്. ശരി തന്നെ നീങ്ങാൻ തോന്നുന്നത് അല്ലെ? ആത്മാവിന്റെ അർത്ഥം റുവാക്ക് എന്നല്ല പറയുന്നത്. ശരിക്കുള്ള റൂഹ് എന്ന് പറയുന്നത് റൂഹ് അല്ലെ? എന്തായാലും സ്പിരിറ്റ് എന്നല്ല അർത്ഥം. എന്റെ മലയാളം സ്പിരിറ്റ് എന്നർത്ഥം. റൂഹ് അല്ലെ? എനിക്കൊന്ന് ഓക്കെ. എസ്ഐക്കേൽ 34:24-28 വരെ വായിക്കുമ്പോൾ കാണാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം New heart. So God promises to cleanse His people with the water, remove their hardness, hearts of stone, and give them new living spirit so that they can walk in His ways. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടെന്നറിയാമോ? നമുക്ക് കുഴപ്പമെന്നറിയാമോ? നമുക്കെല്ലാം കല്ലുപോട്ടിൽ ഹൃദയം. നമ്മളെന്നും പ്രാർത്ഥിക്കും, കർത്താവേ ഈ പുതിയ ഹൃദയം തന്നു. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നത്? കല്ല. പുതിയ ഹൃദയത്തിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അബ്രഹാം പറഞ്ഞതെന്താ അറിയാം? ഈ മണൽത്തരയിലെ അബ്രഹാമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഈ മണൽത്തരികൾ പോലുള്ള ഹൃദയ വിശാലത എനിക്ക് തരണമെന്ന് അബ്രഹാം പറഞ്ഞു തോന്നുന്നു. പ്രാർത്ഥനയിൽ എന്തെങ്കിലും നമ്മുടെ കല്ല് മാറാൻ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ എന്നും ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട എത്ര വർഷങ്ങൾ? 40-45 വർഷം, 30 വർഷം ഉണ്ട്. നമ്മുടെ കല്ല് സ്റ്റോൺ, നിങ്ങളുടെ ഹൃദയം സ്റ്റോൺ ആയിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും. കാരണം ഇതിൽ കണ്ടും കേട്ടും ദൈവത്തെ ഭയമില്ലാതെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? എന്നും കണ്ടും കേട്ടും അതിനും വായിച്ചും ഈ പ്രസംഗം കേട്ടും ആത്മാവിന്റെ സാന്നിധ്യം മനസ്സിലായി. ഇത് ഇത്രയ്ക്ക് ഉള്ളതൊരു തോന്നലല്ലേ? കാരണം നമ്മുടെ ഹൃദയം എന്തായി? കഠിനമായിക്കൊണ്ടിരിക്കുക. ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹൃദയം ശിശുക്കളെ പോലായെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം മാറ്റണം. പുതിയ ഹൃദയം തരണം. ദൈവത്തോട് പറഞ്ഞ കർത്താവിന് പുതിയ ഹൃദയം തരണം. എല്ലാവരും പറ, കർത്താവിന് ഒരു പുതിയ ഹൃദയം തരണം. ഒരു മാംസമായ ഹൃദയം തരണം. പലരും ഉണ്ടായിരിക്കണം. കർത്താവ് പുതിയൊരു ഹൃദയം തരണം. കർത്താവിന് ഒരു പുതിയ ഹൃദയം തരണം. വായോണ്ട് പറ, കർത്താവിന് പുതിയ ഹൃദയം തരണം. ഹല്ലേലൂയ. നിങ്ങൾ ഇനി വെളിയോട്ടിറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞാൽ ദൈവം തരണമെന്നില്ല. കാരണം ഇവിടെ ആത്മസാന്നിധ്യമുള്ളതാണ് നമ്മളത് പറയിപ്പിക്കുന്നത്. വെളിയോട്ടിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ജഡമാണ്. ജഡത്തിൽ പറയുക, കർത്താവ് ഈ പുതിയ ഹൃദയം തരണം. ദൈവം കേൾക്കത്ത് പോലുമില്ല. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവുള്ളിടത്ത് സാന്നിധ്യമുണ്ട് അല്ലേ? നമ്മൾ ആത്മാവിനെ സംസാരിക്കുന്നത്. അപ്പോൾ ആത്മാവ് സ്പിരിറ്റ് നമ്മൾ വിളവിട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ശക്തമായ ദിവസം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, എന്താണ്? ഒരു പുതിയ ഹൃദയ കർത്താവെ തരണം. കല്ലായിട്ടുള്ള എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? ഈ യേശു പറഞ്ഞ എന്താണ്? ഈ സ്വർഗരാജ്യത്തിൽ എങ്ങനെയാണ് പോകുന്നത്? നിങ്ങളുടെ ഹൃദയ ശിശുക്കളെ പോലെ അല്ലേ? ശിശുക്കളെ പോലെ ആയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകും. ദൈവത്തെ ആരാ കാണുന്നത്? നിങ്ങൾ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യമാണ്. അപ്പൊ ദൈവത്തെ കാണുന്നത് എന്ത് ചെയ്യണം? ഹൃദയശുദ്ധി വേണം. ഹൃദയത്തിൻ്റെ അസൂയം, മുടക്കവും ദേഷ്യവും വൈരാഗ്യമൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. കാണുമോ? നമുക്ക് ആരോട് ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചൂടായി അല്ലെങ്കിൽ അല്ലേ ഈ സോളെല്ലാം ചൂടായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ദൈവത്തെ കാണാൻ പറ്റത്തില്ല. നമ്മൾ ആരോടെല്ലാം ദേഷ്യപ്പെട്ടു ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ?
ഇല്ല. പിന്നെ അതെല്ലാം ഒന്ന് ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിച്ച് നമ്മൾ കൂൾ ഡൗൺ ആയി അല്ലേ, അല്പസമയം ദിവസം ആയി കഴിയുമ്പോഴാണ് പിന്നെ പഴയ സാന്നിധ്യത്തിലുള്ള പിശാചിന് ഏറ്റവും വലിയൊരു തന്ത്രം എന്താണെന്നറിയാമോ? ദൈവമക്കളെ ചൂടാക്കുക. ദൈവമക്കൾ അത് നിങ്ങൾ നോക്കിയോ, നല്ല തെളിഞ്ഞ വെള്ളം ദൈവനെ ഒരു ദിവസം കാണിച്ചു തന്നു. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ പെട്ടെന്ന് കലക്കവെള്ളം നിങ്ങൾ കയറുവാണെങ്കിലോ, അതാണ് പിശാചിന്റെ പരിപാടി. മനസ്സിലായോ? അതൊന്നെങ്കിലും ഭാര്യയിലൂടെ വരും, അല്ലെങ്കിൽ മക്കളിലൂടെ വരും, അല്ലെങ്കിൽ ഭർത്താവിലൂടെ വരും, അല്ല ഭർത്താവിന്റെ ഭവനത്തിലൂടെ വരും, ഭാര്യയുടെ ഭവനത്തിലൂടെ വരും, അല്ലെങ്കിൽ ജോലി മണ്ഡലത്തിലൂടെ വരും. നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലൂടെ ചിലപ്പം വരും, നിങ്ങളുടെ പാസ്റ്റേഴ്സിലൂടെ ചിലപ്പം വരും. ഏതിലെന്ത് ചെയ്യും? കലക്ക വെള്ളത്തെ നമ്മുടെ ആ തെളിഞ്ഞ വെള്ളത്തിന്റെ അകത്തോട്ട് എന്ത് ചെയ്യും? കൊണ്ട് ചേർന്നു. പിന്നെ തെളിഞ്ഞു വരാൻ സമയം എടുക്കുമോ? നിങ്ങൾ കണ്ടിട്ടുള്ളത് നല്ല തെളിഞ്ഞ വെള്ളവും ഈ മല പൊട്ടിയിട്ട് അല്ലെങ്കിൽ നല്ല മഴ പെയ്തിട്ട് കലക്കവെള്ളം വരുമല്ലോ, ഇതിന്റെ അകത്തോട്ട് വന്ന് കയറും. അങ്ങനെ ആയിരിക്കും, രണ്ടുകൂടെ കുഴഞ്ഞ് മറിഞ്ഞല്ലേ. പിന്നെ ഇതിനെ നേരെയാകണമെങ്കിലോ, ഇത് ശാന്തമാകണമെങ്കിലോ സമയം എടുക്കും. ഇത് തന്നെയാണ് ആത്മീയ ജീവിതം. നമ്മൾ ആ സോണൊന്ന് നോർമലായി വരണമെങ്കിൽ എന്തെടുക്കും? സമയമെടുക്കും. പിന്നെ ദിവസത്തിൽ കരഞ്ഞു, ദിവസം മാനസാന്തപ്പെട്ടു, പരിശുദ്ധാത്മാവോട് അല്ലേ നമ്മൾ യേശുവിനോട് ക്ഷമയോടെ യേശുവിന്റെ രക്തത്തിൽ കഴുകി, നമ്മൾ ഇവരോടെല്ലാം അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് അല്ലേ, അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇന്ന് നോർമലാണ്. നമ്മളെ ദോഷിക്കുന്നതിൽ എന്തിനാണ് എന്താ പറഞ്ഞത്? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ വിചാരം ചെയ്തവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണോ? മനസ്സിലായോ? കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എത്ര പേരുണ്ട്? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണോ? പ്രൈസ് ഗോഡ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണോ? ഹല്ലേലൂയ. ഇവിടുന്ന് രാത്രിയില് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പുതിയ ഹൃദയം, 36:24-28 ദൈവം തന്റെ ജനത്തെ ജലം കൊണ്ട് ശുദ്ധീകരിക്കുമെന്ന് അല്ലെ. ജലം ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമല്ലേ. ശുദ്ധീകരിക്കുമെന്നും അവരുടെ കഠിനമായ ഹൃദയത്തെ എന്ത് ചെയ്യും? നീക്കി അവർ തന്റെ വഴികളിൽ നടക്കുവാൻ കഴിയുന്ന തരത്തിൽ ഒരു പുതിയ ജീവനുള്ള ആത്മാവിനെ അവർക്ക് പകരും. പുതിയ ഹൃദയം വന്നെങ്കിൽ അഭിഷേകം പ്രാപിക്കുള്ളൂ കേട്ടോ. ഉള്ള കാര്യം പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അഭിഷേകം പ്രാപിക്കുക പലപ്പോഴും ഇല്ല. രക്ഷിക്കപ്പെട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഒരു മാനസാന്തരപ്പെട്ട് അല്ലെ ദിവസം ഇരുന്ന് ഉപവാസം പ്രാർത്ഥനയൊക്കെ ഇരുന്ന് നമ്മൾ ക്ഷമയൊക്കെ ചോദിച്ച് നമ്മുടെ മ്ലേച്ഛതകളൊക്കെ മാറ്റി പാപങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് ഒരു അഭിഷേകം നമ്മൾ വരുന്നത്. പിന്നെയാണ് ആത്മസ്നാനം വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ വിളിച്ച രാത്രി എനിക്ക് ദൈവം 3-ാമത്തെ ആഴ്ച ദൈവം എനിക്ക് അഭിഷേകം വന്നു. യേശുവിനെ വന്ന് കണ്ട് സ്വപ്നത്തിൽ വന്ന് കണ്ടു. അതിന്റെ 3-ാമത്തെ ആഴ്ച ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് അഭിഷേകം വന്നു. ദൈവത്തിന് സ്നേഹം തരണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ജീസസ് ഇവിടെ ഒരു കാര്യം ചിന്തിച്ചിരുന്നത് യേശു നിക്കോദെമോസും അല്ലെ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 1 മുതൽ വാക്യം വായിച്ചു നോക്കിയേ. അപ്പൊ യേശു എന്താണ്? യേശു നിക്കോദെമോസിനോട് പറയാ, വെള്ളത്താലും ആത്മാവിലും നീ ജനിക്കണം എന്ന് പറയുമ്പോൾ ഇസക്കിയേലിന്റെ കൃത്യമായ പ്രവചനം അല്ലെ, പ്രവചനം നിക്കോദെമോസിനോട് എന്താണ് പരിചിതമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കും. അപ്പൊ ഏകദേശം അതൊക്കെ ഒന്നിച്ചു. സോ ജീസസ് Nicodemus, when Jesus tells Nicodemus in John 3:1-7 that one must be born of water and spirit, so he expects Nicodemus to be familiar with the exact prophecy from Ezekiel. So ശാരീരിക ജനനം നമുക്ക് ഈ ലോകത്തിൽ ജീവൻ നൽകുന്ന കേന്ദ്രമാണ് അല്ലെ. ശാരീരികമായ ജനനമുണ്ട്. 2 ജനനമുണ്ട്. ഒന്ന് ശാരീരികമായ ജനനമുണ്ട്. രണ്ടെന്താണ്? അത് ഭൂമി ജീവിക്കാൻ വേണ്ടി. രണ്ടെന്താണ്? നിത്യജീവനിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയതായി ജനിക്കണം. അതാണ് യേശു പറഞ്ഞത്. നമ്മൾ ഈ ഭൂമി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ശാരീരികമായ ജനനമുണ്ട്. ഒരു ബേബിയെ ജനിപ്പിക്കാൻ പോകുന്നത് ഒരു ശാരീരികമായ ജനനമാണ്. എന്ന് വെച്ചാൽ ബേബി സ്വന്തം പോവോ? ബേബിയോ പോവും. ഒരു 10-18 വയസ്സ് കഴിഞ്ഞാൽ അല്ലേ, എനിക്കൊന്ന് 15 വയസ്സല്ലേ, 15 വയസ്സ് വരെ തിരിച്ചറിവ്. ഒരു 15, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ 12 വയസ്സിലെ തിരിച്ചറിവാണ്. നമ്മളെ പോലെ അല്ലായിരുന്നു അല്ലേ. 12 വയസ്സിലൊക്കെ നല്ലൊരു തിരിച്ചറിവ് പിള്ളേർ, 12-13 വയസ്സൊക്കെ നല്ലൊരു തിരിച്ചറിവ്. അപ്പം ആ ഹൃദയം എന്താണ്? അടുത്തെന്താണ്? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിൽ നിന്ന് സംഭവിക്കും? നിത്യത കിട്ടത്തില്ല.
രണ്ട് ജനനം നമുക്ക് ആവശ്യം. എന്താണ്? ഒന്ന് ശാരീരികമായ ജനനം, ഒന്ന് വീണ്ടും ജനനം. ഹല്ലേലൂയ. വീണ്ടും ജനനം എങ്ങോട്ട് പോകും? നിത്യതയിൽ പോവാൻ. ഹല്ലേലൂയ. നിത്യതയിൽ പോവാൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ യേശുവിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവരാജ്യം, അതുപോലെ വേറൊരു വാക്കൂടെ കർത്താവ് പറയാതെ ദൈവരാജ്യം, നിത്യതയെ കുറിച്ച് വേറൊരു വാക്കൂടെ പറയാതെ കർത്താവ് സ്വർഗരാജ്യം. യെസ്, ദൈവരാജ്യവും സ്വർഗരാജ്യവും. ശ്രദ്ധിച്ചില്ലേ? രണ്ട് യേശു പറയാം. എന്താ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം? ദൈവരാജ്യം എന്ന് പറയുന്ന സഭ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. മനസ്സിലായോ? സ്വർഗരാജ്യം ഇതുവാ നിത്യത, അല്ലെങ്കിൽ വരാൻ പോകുന്ന യേശുവായിട്ട് കഴിയാൻ പറ്റും. നമ്മളിപ്പോ യേശുവായിട്ടാണ് കഴിയുന്നെങ്കിലും ഇതിന്റെ പൂർണ്ണതയിലോട്ട് നമ്മള് നിത്യത അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലോട്ടാണ് പോകുന്നത്. ഇത് ദൈവരാജ്യം നമ്മൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സോ എട്ടാം വാക്യത്തിൽ യേശു പറഞ്ഞ കാറ്റ്, ജെയിംസിന്റെ ജോണിന്റെ തന്നെ നമ്മൾ പറയുന്നത് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. യേശു പറഞ്ഞ കാര്യമാണ്. അതിന്റെ അർത്ഥം തന്നെ കാറ്റിന്റെ സ്വാതന്ത്ര്യ ഇച്ഛാശക്തിയെ കുറിച്ച് കാണിക്കും അല്ലെ. കാറ്റിനെ എങ്ങോട്ട് വേണം വീശാം അല്ലെ. കാറ്റിനെ പിടിച്ചു വെക്കാൻ പറ്റൂല. ആ കാറ്റിന്റെ യേശു പറയാം, കാറ്റിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, പക്ഷെ അത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എവിടേക്ക് പോകുന്നു ആരും അറിയുന്നില്ല, നിങ്ങൾക്കറിയുന്നില്ല. കർത്താവ് പറയാ കാറ്റിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. അപ്പൊ അത് ആരാ? നമുക്ക് പരിചയമുള്ള ഒരാളാണുള്ളത്. കാറ്റിന് എങ്ങോട്ട് വേണം സഞ്ചരിക്കാം, അങ്ങനെയല്ല വാക്യം എങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ കാറ്റിന് ശബ്ദം നിങ്ങൾ യേശു പറഞ്ഞതാണ്. എട്ടാം വാക്യം, അതിന്റെ 8-ാം വാക്യം. കാറ്റ് ഇഷ്ടമുള്ളത് ഊതുന്നു. അതിന്റെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം എങ്ങനെ കേൾക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഈ കാറ്റിന്റെ ആ ശബ്ദമാണ്. കാറ്റിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും. അപ്പൊ ആര്? കാറ്റാരാ? ഈ കാറ്റാരാ? ഈ കാറ്റാരാ? ഹോളി സ്പിരിറ്റ്. സിമ്പിൾ. ദ ഹോളി സ്പിരിറ്റ്. ഉണ്ടോ? ആ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് യേശു പറയുന്നത് ആ കാറ്റിനെ എങ്ങോട്ട് വേണമെങ്കിൽ സഞ്ചരിക്കാം. അപ്പൊ ഹോളി സ്പിരിറ്റിന് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം എന്താണ്? അവിടെ ഇരിക്കുന്ന യേശു പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഒരു പേഴ്സൺ ആയിട്ട് യേശു പറയുന്നുണ്ടോ? ഹോളി സ്പിരിറ്റ് ഒരു ഫോഴ്സ് അല്ല. ഹോളി സ്പിരിറ്റ് ഒരു എന്താണ് ശക്തിയല്ല. ഹോളി സ്പിരിറ്റ് ഒരു പ്രാവല്ല. ഹോളി സ്പിരിറ്റ് ഒരു 3 അല്ല. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയാണ്. അത് യേശു അവിടെ എടുത്തു പറയുക. അദ്ദേഹത്തിന് എങ്ങോട്ട് വേണം സഞ്ചരിക്കാം. അതിന് ശബ്ദം നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. ആക്ച്വലി ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഭാഗ്യമായത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കത്തില്ല. തുറക്കുമോ? ദൈവാത്മാവ് നമ്മൾ ഇടപെട്ടത്. ഹല്ലേലൂയ. ഈ നമ്മൾ പോകുന്ന വഴികളെല്ലാം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇങ്ങനെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ നടക്കുക. കൊച്ചു നടക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് കൂടെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തെ പരിശുദ്ധാത്മാവ് കൂടെ നടക്കും. മനസ്സിലായോ? നമ്മൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ നടക്കും. ഹോളി സ്പിരിറ്റ് അങ്ങനെ നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അങ്ങനെയായിരുന്നു, ഇങ്ങനെ കൂടെ നടക്കുക. കാരണം ഇദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കപ്പെടുത്തണമല്ലോ. ഉള്ള മ്ലേച്ഛതകളെല്ലാം ചെയ്താലും പുള്ളി കൂടെ ഉണ്ടായിരുന്നു. പുള്ളി കണ്ടുകൊണ്ടിരിക്കുക. അവിടെ അദ്ദേഹം കരയുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ കൂടെ നടക്കുക. ആരുണ്ട്? ഹോളി സ്പിരിറ്റ്. അതാണ് അദ്ദേഹത്തിന് എങ്ങോട്ട് പോകാൻ ഫ്രീ അല്ലേ, ഫ്രീഡം ഉണ്ട്. അദ്ദേഹമാണ് നമ്മൾ സംസാരിച്ചത്. അത് ചിലപ്പോൾ ഒരു പാസ്റ്റിലൂടെ ആയിരിക്കും അല്ലേ, ഒരു പാസ്റ്റിലൂടെ ആയിരിക്കും, അല്ല ദൈവം നമ്മൾ വായിച്ചപ്പോഴായിരിക്കും, ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കും. എങ്ങനെയോ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. അപ്പോൾ രക്ഷിക്കപ്പെടാൻ മുഖാന്തരം ഉണ്ടാക്കിയതാരാ? ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെ നടക്കുമായിരുന്നു. ആ ഹോളി സ്പിരിറ്റ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എങ്ങോട്ട് കയറി? നമ്മുടെ ഉള്ളിലോട്ട് അങ്ങ് വന്ന് കയറി. ഹല്ലേലൂയ. കണ്ടോ? അവിടെ വെളിയിൽ നിന്ന് ആൾ എവിടെ നിന്ന്? ആ വെളിയിൽ നിന്ന് ആൾ എവിടെ വന്നു? വെളിയിൽ നിന്ന് ആള് അകത്തോട് അങ്ങ് പ്രവേശിച്ചു. അപ്പൊ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്തു? ജീവനുള്ള ആത്മാവായി മാറി. നേരത്തെ മരിച്ചിരിക്കുകയായിരുന്നു, അസ്ഥിയായിരുന്നു നേരത്തെ. അസ്ഥി എന്ത് ചെയ്തു?
ജീവനുള്ളതായി തീർന്നു പോകും. ഇത്ര ഭാഗ്യമുണ്ടോ? അപ്പം എത്രമാത്രം സ്തുതിക്കണം. വെളിയിൽ നിന്ന് ആത്മാവ് ഉള്ളിൽ വന്നപ്പോൾ എത്രമാത്രം ആരാധിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മളെ നിത്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി. കണ്ടോ, ഈ സാധനം ഉള്ളിരിക്കുന്നതുകൊണ്ട് യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. കേട്ടോ, ഈ സാധനം ഉള്ളിരിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിനെ നമ്മൾ വായിക്കുന്നത്. ഈ സാധനം ഉള്ളിലുള്ളതാണ് നമുക്ക് പ്രത്യാശ. നമ്മൾ ആരും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദർശനത്തിൽ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ നേരിട്ട് യേശുവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് പാസ്റ്റർ ചോദിക്കും യേശുവിനെ മരിക്കാന്ന് പറഞ്ഞാലോ റെഡിയാന്ന് പറയും അല്ലേ? കാരണം എന്താ? ഈ ഉള്ളിലിരിക്കുന്നതുകൊണ്ട്, ഈ പരിശുദ്ധാത്മാ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ റെഡിയാ മരിക്കാൻ. ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. അതെവിടെയാണ്? അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ കാണുന്ന പോലെ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പ്രവചിക്കും. വരുമ്പോൾ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ ചെയ്യും. അതിന് വരാൻ പ്രാർത്ഥിക്കും. രണ്ടും ഒരാൾ തന്നെയാണ്. പക്ഷെ ആത്മാവിന്റെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെ, പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്, ശുശ്രൂഷകളാണ്. ജീസസ് ഹല്ലേലൂയ പറഞ്ഞാൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. So it's when everyone is born of the Spirit, that's what we are going to see. Hallelujah. ഇവിടെ ഈ നിക്കോദീമോസിനെ പറ്റി കർത്താവ് പറയുന്ന ഒരു കാര്യം എന്താണ്? പുള്ളി ഒരു മതഭക്തനായിരുന്നു അല്ലേ? സോ നിക്കോഡീമോസ് a religious man but not born again. അയാളൊരു മതഭക്തനായിരുന്നു. പക്ഷെ എന്താണ്? ഓരോ born again അല്ലായിരുന്നു. ഉടനെ യേശു പറഞ്ഞു നീ വീണ്ടും അമ്മയുടെ ജനിക്കാൻ പാടില്ല. പുള്ളി നല്ല മതഭക്തനായിരുന്നു. പഴയ നിയമത്തൊക്കെ പുള്ളിക്ക് നല്ലവരും അറിയാവുന്ന ആളായിരുന്നു. പക്ഷെ മതഭക്തന്മാരൊന്നും നിത്യതയെ പോകുന്നില്ല കേട്ടോ. നിനക്ക് യേശുവിനെ അറിയായിരിക്കും, മതഭക്തനാണ്, നീ യേശുവിനെ അറിയായിരിക്കും, നീ 3 നേരം നമസ്കാരം ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ നീ നിത്യതയെ പോകത്തില്ല. പലരും ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഇത്രയും പ്രാർത്ഥിക്കുകയും ഘോഷിക്കുകയും അവര് എന്ന് പറഞ്ഞത് 40 ദിവസവും 30 ദിവസം 20 ദിവസം കാലേ പിതാക്കന്മാര്, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരൊന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഇവിടെ കർത്താവ് പറഞ്ഞല്ലേ? കർത്താവ് പറഞ്ഞതാണ് നീ വചനത്താലും ആത്മാവിന് ജനിക്കാതെ സ്വർഗരാജ്യം നീ പോയി നിന്റെ അമ്മയുടെ ഉദരത്തിൽ എന്താണ് വീണ്ടും ജനിക്കാതെ നീ സ്വർഗരാജ്യം കയറത്തില്ല. യേശു പറഞ്ഞ കാര്യം സിമ്പിൾ. അപ്പൊ തിരുമേനിമാര് പോവോ? ഇല്ല. ബിഷപ്പുമാര് പോവോ? മാർപ്പാപ്പ പോവോ? പാവങ്ങളായ നമുക്ക് ഇത്രയും ഭാഗ്യം വന്നോ? നിങ്ങൾ എത്രമാത്രം ഇവിടെ കിടന്ന് തുള്ളണം, എത്രമാത്രം ഇവിടെ ആരാധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്രമാത്രം നമ്മളിവിടെ നിലവിളിക്കണം. മഹാഭാഗ്യല്ലേ തന്നത് ആണോ? പിന്നെ എന്തിനാ നമ്മൾ വാശി പിടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും മസിൽ പിടിച്ചിരിക്കുന്നത്? ആരാധിക്കും. ഹല്ലേലൂയ. Thank you, Holy Spirit. Thank you, Holy Spirit. Praise God. Worship you. അപ്പോൾ ഒരു മതഭക്തന്മാർക്ക് യേശുവിനെ പ്രസംഗിക്കുന്നവരല്ലേ നിത്യത കയറുമോ? ഇല്ല. ഇനി അവർ പ്രവചിക്കുന്നവർ നിത്യത പോവോ? ഇല്ല. അവര് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അവർ പോവോ? ഇല്ല. കാരണം എന്താണ്? അവർ വീണ്ടും ജനിച്ചില്ല. ഒറ്റ കാരണത്താൽ നിത്യത നഷ്ടപ്പെട്ടു പോയി. ഒറ്റ കാരണത്താൽ നിത്യത നഷ്ടപ്പെട്ടു പോയി. സുശേഷം പറയും, ഒറ്റ വാക്യം പറഞ്ഞാൽ മതി ആൾക്കാരോട്. ഹല്ലേലൂയ. കാരണം പുള്ളിയൊരു ഉപദേഷ്ടാവായിരുന്നു അല്ലേ? പുള്ളി റബ്ബിയായിരുന്നു. റബ്ബിക്ക് ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവ് ഞങ്ങൾക്ക് അറിയാം. പുള്ളിക്ക് അറിയാം, യേശുക്രിസ്തുവിനെ അറിയാം. അപ്പോഴാണ് നീ വീണ്ടും ജനിക്കണം. യേശു പറഞ്ഞ നീ വീണ്ടും ജനിക്കണം. ഈ ഒരു മകളുടെ പറഞ്ഞേക്കാം. യോഹന്നാൻ 3:36 വായിക്കുന്നത്. യോഹന്നാൻ 3 ദൈവരാജ്യം കാണാനും അതിൽ പ്രവേശിക്കുവാനും, അതായത് ദൈവത്തിന്റെ ന്യായഗതിയിൽ നിന്ന് രക്ഷപ്പെടുവാനും എന്ത് ചെയ്യണം? നിത്യതയിലോട്ട് പോകണം. എന്ത് ചെയ്യണം? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. യേശു പറഞ്ഞ കാര്യം, we must be born again in order to see and enter the kingdom of God. That is in order to be rescued from God's judgment. John 3:36 and brought to eternal life. Truly, what Jesus said, truly I say to you, unless one is born again, he cannot see the kingdom of God.
മാമോദിസ മുങ്ങിക്കൊണ്ട് നമുക്ക് പിന്നെ വചനത്തിലൂടെ കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തിയത് എവിടെയും നമുക്ക് മാമോദിസ ഉണ്ട് ഇല്ലല്ലോ. മാമോദിസ കുഞ്ഞുങ്ങളെ മാമോദിസപ്പെടുത്തി വിശ്വസിച്ചോട്ടെ. പക്ഷെ വചനത്തിലില്ലല്ലോ. വചനത്തിലില്ലാത്ത കാര്യം ദൈവം എങ്ങനെ നോക്കുമ്പോഴേ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ആ കുഞ്ഞിന്റെ പിതാവ് ആ കുഞ്ഞുങ്ങളാണ് അവർക്ക് തലവട്ടപ്പൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അറിയാം? ആ തലവട്ടപ്പൻ. അതെ, ഇപ്പൊ പറയും ഇപ്പം തങ്കച്ചനാണെങ്കിൽ തങ്കച്ചനായ ഞാൻ ആരാ പറയുന്നത്, അപ്പനാ, മനസ്സിലായോ? ഞാൻ പിശാചിനെ വിട്ട് യേശുവിനെ സ്വീകരിക്കുന്നത്. ആക്ച്വലി ആരാ ചെയ്തത്? അതെ, കൊച്ചിന്റെ പേര് പറഞ്ഞു. അതെന്നെ തെറ്റല്ലേ? അത് അവര് വിവാഹത്തിലാകുന്നൊന്ന് ചെയ്യട്ടെ, വിവാഹം കഴിപ്പിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യട്ടെ. അപ്പൊ ഇത് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഭാഗ്യം തന്നു. ഞാൻ എടുക്കാൻ പറഞ്ഞ ഇസഖിയേലിന്റെ അകത്ത് എന്താണ് ഈ അസ്ഥികൾ ജീവിക്കും. ഇന്ന് രാത്രി ജീവിക്കും. നമുക്ക് പറയണം എന്താണ് പറയുന്നത്? ജീവിക്കും. കാരണം എന്താണ്? നമുക്ക് ആത്മാവിനെ തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ ബോണയികനാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി എന്തിനെ കുറിച്ച് ഭയപ്പെടേണ്ടത്? നിങ്ങൾ പോയി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. അവിടെ ആരാണ് നിങ്ങളുടെ അസ്ഥികൾ കിടക്കുന്നത്? അവിടെ ആരാണ് ഡ്രൈ ആയിട്ട് കിടക്കുന്നത്? നീ അവരോട് പറ, എഴുതിട്ട് നടക്കാൻ പറ. ഞാൻ പ്രവചിക്കുന്നു പറ. നിങ്ങളെ ഭവനത്തിൽ നിന്ന് പറ, 4 മുക്കിനോട് പറ, ഞാൻ പ്രവചിക്കുന്നു, എന്റെ കുഞ്ഞോട് ഞാൻ പ്രവചിക്കുന്നു. എഴുതിട്ട് നടക്ക്. ലാസ്റ്ററെ നീ പുറത്തു വാ. ലാസ്റ്ററെ നീ പുറത്തു വാ. ഹല്ലേലൂയ. പുറത്തു വാ. പ്രൈസ് ഗോഡ്. നിങ്ങൾ പോയി പ്രവചിക്കണം. ഇന്ന് രാത്രിയിൽ കാറ്റിനോട് പ്രവചിക്കണം. നിങ്ങൾ അസ്ഥികളോട് പ്രവചിക്കണം. പലരും ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. നീ ബോണേകരാകാൻ വീണ്ടും പറയണം. അല്ലെങ്കിൽ നീ നിന്റെ മേൽ എന്താണ്? ആ പുതിയ ഹാർട്ട് വരട്ടെ. നിന്റെ മേൽ എന്താണ്? പുതിയ ആത്മാവ് വരട്ടെ. അല്ലല്ലേ? നിന്റെ മേല് ആ ദൈവസാന്നിധ്യം വന്ന് നീ നേരെ എഴുന്നേറ്റ് നടക്ക്. നീ ജീവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയണം. ഇന്ന് രാത്രി പ്രഖ്യാപിക്കാവോ? എഴുന്നേറ്റിരിക്കുക. വളരെ എഴുന്നേറ്റിരിക്കുക. ഹല്ലേലൂയ. ശാന്തരമന ഹസ്തര. ജീസസ് 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 ജീസസ്. കർത്താവേ നന്ദി. ദിവസങ്ങളിൽ സറണ്ടർ ചെയ്യാം. ഉറഖമാന ശാന്തരമന ഹസ്തര. ഇങ്ങനെ പലപ്പോഴും പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്ഥലങ്ങളോട് തന്നെ പുറത്താ പറയും. ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് കൊണ്ടുപോകും, ഇടയ്ക്ക് വരുത്തും. നിർത്തട്ടെ.